ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നൊരു ട്രാവൽ വീഡിയോ ആണ്. ഇന്ന് ചെറിയൊരു വൺ ഡേ ട്രിപ്പ് പോവാണ്. സൺഡേ രാവിലെയാണ് കേട്ടോ. രാവിലെ 5 മണി ആയ സമയത്താണ് ഞങ്ങളപ്പം തലേദിവസമാണ് ചിറ്റ വിളിച്ച് ഞങ്ങളടുത്ത് പറഞ്ഞത്, ഇന്നപോലെ ഒരു ട്രിപ്പ് പോകുന്നുണ്ട്, വരുന്നുണ്ടോ. ശനിയാഴ്ച വൈകിട്ടാണ് പറയുന്നത്. അപ്പോൾ ശരി, പെട്ടെന്നാണ് സഡൻലി എടുത്തൊരു തീരുമാനമായിരുന്നു, ശരി നമുക്ക് പോകാമെന്നത്. അപ്പോൾ അങ്ങനെ രാവിലെ 5 മണിക്കാണ് എണീറ്റ് നേരെ ചിറ്റയിലോട്ട് പോകണം. അവിടെ നിന്നാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അവിടെ ചെന്ന് ഞങ്ങൾ തിരിച്ചിറങ്ങി. അവർ റോട്ടിലേക്ക്, ചിറ്റയുടെ അവിടെ അടുത്ത റോട്ടിലാണ് ബസ് വരുന്നത്, ടൂറിസ്റ്റ് ബസ്സിന്. ഞങ്ങളുടെ ആദ്യത്തെ ട്രിപ്പാണിത് കേട്ടോ. അങ്ങനെ ബസ്സിന്, ഞങ്ങൾ ടൂറിസ്റ്റ് ബസ്സിന് ഒരു ട്രിപ്പ് പോകുന്നത് ഇത് ആദ്യമായിട്ടാണ്. കല്യാണത്തിന് ശേഷം ഞങ്ങൾ രണ്ടും പോകുന്നത്. അപ്പോൾ എല്ലാവരും കുറച്ച് ആൾക്കാർ പ്രായമായവരാണ് കേട്ടോ എല്ലാവരും, അല്ലാതെ ബാച്ചിലേഴ്സിൻ്റെ ഒരു ട്രിപ്പല്ല ഇത്. അല്ല, ഞങ്ങളെക്കാൾ ഒത്തിരി പ്രായമുള്ള ആൾക്കാരാണ് കൂടുതലും ഉള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു ട്രിപ്പ് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. കുറച്ച് ചെറിയ സ്ഥലങ്ങളാണ് കേട്ടോ. അങ്ങനെ ആദ്യത്തെ സ്പോട്ട് എത്തിയത്, ഫസ്റ്റ് ഒരു രണ്ട് അമ്പലമാണ് ആദ്യത്തേത് കേട്ടോ. ഞങ്ങൾ എത്തിയപ്പോൾ നല്ല മഴയായിരുന്നു. നല്ല മഴയെന്ന് വെച്ചാൽ നല്ലോണം പെയ്യുന്നില്ല, എന്നാലും ചാറി നിൽക്കുമായിരുന്നു, നനയുന്ന മഴയുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് അമ്പലത്തിൽ കയറാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പോയില്ല. ഞാനും ചേട്ടനും പോയില്ല കേട്ടോ. ഞങ്ങളവിടെ നിന്ന്. ഇരിങ്ങോൽക്കാവ് ക്ഷേത്രമാണിത്. തൃശ്ശൂരൊക്കെ പെരുമ്പാവൂരുള്ള ഇരിങ്ങോൽക്കാവ് ക്ഷേത്രമാണിത്. അപ്പോൾ അവിടെയാണ് ഫസ്റ്റ് പോയത്. ഞങ്ങൾ പോകുന്ന ഒരു 5 സ്ഥലമേ ഉള്ളൂ കേട്ടോ. ഒരു വൺ ഡേ ട്രിപ്പ് ആയതുകൊണ്ട് ചെറിയ 5 സ്ഥലം, നമ്മുടെ അടുത്ത് എറണാകുളത്ത് അടുത്തുള്ള സ്ഥലങ്ങളൊക്കെയാണ് പോകുന്നത്. അതുകൊണ്ട് മഴയാണ്. ഞങ്ങൾ കുറച്ച് നടന്ന് വന്നപ്പോഴേ നനഞ്ഞ്. നല്ല ഉറക്കമായിരുന്നു ഒരാൾ, അത് ഇനിയും ചിരിക്കുകയാണ്. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഉണർന്നതാണ്. അപ്പം മഴയാണ്, ഞങ്ങൾ സൈഡിൽ കയറിയിരുന്നു. എല്ലാവരും അത് കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നപ്പോൾ ഞങ്ങൾ നേരെ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ. അപ്പം പെട്ടെന്നാണ് എല്ലാവരും പെട്ടെന്ന് ഇറങ്ങി വന്നു. കാരണം അടുത്ത സ്ഥലത്ത് എത്തണമെന്നുണ്ടെങ്കിൽ കുറച്ച് ദൂരമുണ്ട്. കുറച്ച് ദൂരത്താണ് ഓരോ സ്ഥലങ്ങളുള്ളത്. അപ്പോൾ അടുത്ത ക്ഷേത്രത്തിലേക്കാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. അത് കല്ലിൽ ക്ഷേത്രമാണ്. അതായത് കല്ലിൽ ക്ഷേത്രം എന്ന് പറയുന്നത് പിന്നെ ഒരു വലിയൊരു പാറയാണ്. ഒറ്റ പാറയിൽ കൊത്തി തീർത്ത ഒരു ക്ഷേത്രമാണെന്നാണ് പറയുന്നത്. പക്ഷെ അവിടെ എനിക്ക് കയറാൻ പറ്റാഞ്ഞതുകൊണ്ട് അവിടുത്തെ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. താഴെ വരെയുള്ളൂ. നല്ല സ്റ്റെപ്പുണ്ട്. ഈ 18-ാം പടി പോലെ മേലോട്ട് സ്റ്റെപ്പാണ് കിടക്കുന്നത്. അതുപോലെ അത് കാണാൻ വെച്ച് എല്ലാവരും പ്രായമുള്ളവരൊക്കെ അല്ലേ. അപ്പം ആദ്യത്തെ 2 ക്ഷേത്രമാണ് വെച്ചത്. എല്ലാവരും പോയി ഒന്ന് അമ്പലം കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് 2 പരങ്ങോൽക്കാവും പിന്നെ കല്ലിൽ ക്ഷേത്രവും. അപ്പോൾ കല്ലിൽ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. ഇപ്പം കല്ലിൽ ക്ഷേത്രത്തിലെത്തി. അവിടെ ഞങ്ങൾ മേളിൽ വണ്ടി നിർത്തിയിട്ട് അങ്ങോട്ട് ബസ് പോകത്തില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഭക്ഷണം രാവിലെ ഇറങ്ങിയതല്ലേ, അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാനുള്ളൊരു സെറ്റപ്പിലാണ് വരുന്നത്. അപ്പോൾ അവിടെ അതിനുള്ള രീതിയിൽ ബസ് നിർത്തി. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഫസ്റ്റ് അമ്പലത്തിൽ പോയിട്ട് തിരിച്ച് വന്നിട്ടാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എല്ലാവരും അമ്പലത്തിലേക്ക് പോവാണ്. അപ്പം ഭയങ്കര എന്താ പറയുക, നിറയെ കിളികളുടെ സൗണ്ടൊക്കെ കേൾക്കായിരുന്നു കേട്ടോ. വനമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അടുത്തടുത്ത്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങ് മേലോട്ടാണ് കല്ല് ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ഞാനും പോയില്ല, ചേട്ടനും പോയില്ല. ബാക്കിയൊക്കെ ഉള്ളവരെല്ലാവരും കയറിപ്പോയി കണ്ട് അമ്പലത്തിൽ കയറിയിട്ട് വന്നു. അപ്പോൾ പറഞ്ഞതാണ് ഒരൊറ്റക്കല്ലിൽ തീർത്ത ക്ഷേത്രമുണ്ട്. അപ്പോൾ സ്റ്റെപ്പ് ഉണ്ട്. ഇത് ആദ്യത്തെ സ്റ്റെപ്പാണ് കേട്ടോ. ഇനി മേലോട്ടും സ്റ്റെപ്പുണ്ട് ഇനിയും. അപ്പം വലിയൊരു കല്ലിൽ കൊത്തി തീർത്ത ക്ഷേത്രമാണെന്നാണ് കൊടുത്തേക്കുന്നത്. ഒരു വലിയ പാറക്കല്ലാണ്. അതിന് അടിയിൽ ഇതൊന്നുമില്ല, അതിന് ചെറിയ സപ്പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു ക്ഷേത്രമാണെന്നാണ് പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ ശരിക്കും കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ കയറി കണ്ടിട്ട് ഇറങ്ങി വന്നവർ പറഞ്ഞതാണ്. പിന്നെ അതിൻ്റെ വീഡിയോസ് കിട്ടിയിട്ടായിരുന്നു. ക്ലിയർ അല്ലായിരുന്നു, വീഡിയോ ക്ലിയർ അല്ലാത്തതുകൊണ്ട് ഞാൻ അപ്ലോഡ് ചെയ്തില്ല. ഇനിയിപ്പോൾ ഞാൻ അടുത്ത സ്ഥലത്ത് അവിടെ നിന്ന് എല്ലാവരും ഇറങ്ങി ഭക്ഷണം, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് എല്ലാം ട്രിപ്പ് പ്ലാൻ ചെയ്ത അവരുടെ കോർഡിനേറ്റേഴ്സാണ്. ഞങ്ങൾക്ക് ഫുഡ് അവർ തന്നെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരികയായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ അത് വണ്ടിയിൽ തന്നെ ഫുഡ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ വന്നിരുന്നത് ഭൂതത്താൻകെട്ടിലേക്കാണ്.
ഭൂതത്താൻകെട്ടിലേക്ക് പോകുമ്പോൾ വനത്തിൽ നമുക്കെല്ലാവരും പോയൊക്കെ അറിയാൻ പറ്റും. വനത്തിൽ കൂടാണ് പോകുന്നത്. ചെറിയൊരു വനമാണ്, വനത്തിനുള്ളിൽ കൂടെ കയറിയിട്ടാണ് ഭൂതത്താൻകെട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ അവിടെ പാസ് എടുക്കണമായിരുന്നു. പാസ് എടുക്കുന്നതെന്ന് വെച്ചാൽ വലിയ ആൾക്കാർക്ക് 50 രൂപ, പിന്നെ ഫോറിനേഴ്സിന് അവിടെ കൊടുത്തിരുന്ന 200 രൂപയാണ് ഫോറിനേഴ്സിൻ്റെ ഇത് വാങ്ങിക്കുന്നത് കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് എല്ലാ പാസ്സൊക്കെ എടുത്ത്, പാസ്സൊക്കെ അവരവരെടുക്കണം കേട്ടോ. ഈ ട്രിപ്പിൽ ഇൻക്ലൂഡഡ് അല്ലായിരുന്നു. അപ്പം ചെറിയ എമൗണ്ടിൽ, വളരെ ചെറിയ എമൗണ്ടിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്ന് എനിക്ക് ഉറപ്പായിട്ടും തോന്നി. നല്ല എമൗണ്ട് കുറവുണ്ടായിരുന്നു. ഒരാൾക്ക് പെർ ഹെഡിന് 900 രൂപയായിരുന്നു. അപ്പോൾ അതെന്ന് പറയുന്നത് ഫുഡുണ്ട്, 3 നേരത്തെ ഫുഡുണ്ടായിരുന്നു, പിന്നെ ട്രാവൽ എക്സ്പെൻസ് എല്ലാം കൂടെ ചേർത്ത് 3 നേരത്തെ ഫുഡ് നല്ല ഫുഡും ആയിരുന്നു. അപ്പം പുറത്തുനിന്നുള്ള ഫുഡല്ല, അവർ തന്നെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരുന്ന ഫുഡാണ്. നമുക്ക് വയറിന് കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും വരുമെന്ന് പേടിക്കേണ്ട, അങ്ങനെയുള്ള നല്ല ഇതായിരുന്നു. അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ വനത്തിൽ കൂടെ ചെറിയൊരു ഗൈഡിനെയൊക്കെ ഞങ്ങൾക്ക് കിട്ടി. അപ്പോൾ ഇതിനുള്ളിൽ നല്ല എന്താ പറയുന്നത്, ആയുർവേദ മരങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തൊക്കെയാണ് ആൾ പോകുന്നത്. അപ്പം കുറേ മരങ്ങളുടെ പ്രത്യേകതകൾ അതൊക്കെ പറഞ്ഞ് തന്നിട്ടാണ് പോയത്. കുറേ ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അയാൾ പറഞ്ഞു തന്നായിരുന്നു കേട്ടോ. പക്ഷെ ഞാനൊന്നും കേട്ടില്ല. ഞങ്ങൾ കുറേ എല്ലാം കണ്ട് വരുമായിരുന്നു. ടൈം എടുക്കുന്നുണ്ടായിരുന്നു, അതാണ് മെയിൻ കാര്യം. എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു ഇതെന്ത് മരമാണ്, ഇതെന്താണ്, ഇതിന് കാനനസുന്ദരി എന്നായി മരത്തിന് പറയുന്നത് കേട്ടോ. ഇത് പാമ്പ് പടം പൊഴിക്കുന്ന മാതിരി ഇതിൻ്റെ തോലൊക്കെ പൊഴിച്ച് നല്ല വെള്ള കളറിൽ വരും. അതിന് പേര് കാനനസുന്ദരി എന്നാണ് വിളിക്കുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെ ഓരോ മരങ്ങളുടെ പ്രത്യേകതയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നാണ് ആ ഗൈഡ് ഞങ്ങളെ കൊണ്ടുപോയത്. പ്രായമായവർക്കൊക്കെ അത് കേൾക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾക്കാണ് അത്ര എല്ലാവരും പ്രായമുള്ളവരെയാണ് കൊണ്ടുപോയത്. പിന്നെ കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ടിപ്പോൾ അവർക്കെല്ലാം കാര്യങ്ങളും പറഞ്ഞ് അവർക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ ഈ മരങ്ങളുടെയും ചെടികളുടെയും ഔഷധ സസ്യങ്ങളുടെയൊക്കെ കാര്യങ്ങളൊക്കെ കേൾക്കാൻ വായുകാർക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നു. ഇവിടെ ആനയുണ്ടെന്നൊക്കെ പറയുന്നത്, അവിടെ ആനയെ പേടിപ്പിക്കാനൊക്കെ ഒരു ഒരു മരത്തിൻ്റെ തടിയിൽ കല്ലിട്ടിടിക്കുമ്പോൾ വലിയ സൗണ്ടൊക്കെ കേൾക്കും, അങ്ങനെയൊക്കെ ആനയെ ഓടിക്കുന്നതെന്നൊക്കെ പറഞ്ഞു തന്ന് ഞങ്ങളെ കുറച്ചൊന്ന് പേടിപ്പിച്ച്. ആനയുണ്ടെന്ന്, ആന ഇറങ്ങുന്ന സ്ഥലമാണെന്നൊക്കെ പറഞ്ഞൊന്ന് കുറച്ചൊന്ന് പേടിപ്പിച്ച് ചെറുതായിട്ട്. അപ്പോഴത്തേക്ക് എല്ലാവർക്കും ഒരു പേടിയായി, ആനപ്പിണ്ടത്തിൻ്റെ മണം വരുന്ന പോലൊക്കെ തോന്നി. അങ്ങനെ കുറച്ച് ഇതുണ്ടായിരുന്നു. പിന്നെ ആൾ തന്നെയാണ് പേടിപ്പിച്ചത്. ഞങ്ങൾ അങ്ങനെയൊക്കെ അതൊക്കെ പറഞ്ഞ് അന്ന് ഞങ്ങളിങ്ങനെ കൊണ്ടുപോകായിരുന്നു. ഞങ്ങൾ പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്കാർക്ക് നിന്ന് കാണാൻ, കാരണം ഇവിടുത്തെ ഇത് കഴിഞ്ഞിട്ട് വേണം അടുത്ത സ്ഥലത്തേക്ക് പോകാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് വേഗം ഇവർ പറഞ്ഞു തന്ന ടൈം പോയി കഴിഞ്ഞാൽ അതിനനുസരിച്ച് അടുത്ത സ്ഥലത്ത് എത്താൻ ലേറ്റാവും. അപ്പോൾ അതൊരു ഇതുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഓരോന്ന് പറഞ്ഞു തന്നു. പിന്നെ ലാസ്റ്റ് ഈ ഭൂതത്താൻകെട്ടിൻ്റെ കഥകൾ, ഇത് ഉത്ഭവം എങ്ങനെ ഉണ്ടായെന്നുള്ള കഥയൊക്കെ പുള്ളി തന്നെ പറഞ്ഞു തന്നത്. പുള്ളിയാണ് ആ ഗൈഡിനെ അതാണ് കാണിച്ചത് കേട്ടോ. ഗൈഡാണ് എൻ്റെ ഈ നിൽക്കുന്നത്. ഇതല്ല കേട്ടോ, അതിന് മുന്നേ ഒരു നേരത്തെ സൈഡിൽ കാണാൻ നിങ്ങൾക്ക് ചെറുതായിട്ട് കണ്ട, ഇതാണ് ഞാൻ ഗൈഡായിട്ട് വന്ന ആൾ നല്ലതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകുന്നതെല്ലാം കഴിഞ്ഞ് ചേട്ടനടുത്ത് പറഞ്ഞു എന്നോട് ഞങ്ങൾക്ക് ടൈമിൻ്റെ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് അധികം കേൾക്കാൻ പറ്റില്ല, അതുകൊണ്ട് ശരി താങ്ക് യു എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെല്ലാം തിരിച്ച് പോരാമെന്ന് ചോദിച്ചു. അവിടെ വെള്ളത്തിലൊന്നും ഇറങ്ങാൻ പറ്റില്ല, അപകട മേഖലയാണത്. അതുകൊണ്ട് വെള്ളത്തിലൊന്നും ഇറങ്ങിയില്ല. ഞങ്ങളെല്ലാം കണ്ടിട്ട് തിരിച്ചു പോകുമ്പോൾ അങ്ങോട്ട് പോയപ്പോഴേ പറഞ്ഞ അയാളോട് ഒരു ഗുഹയുണ്ടെന്ന്, അതായത് പ്രകൃതി തന്നെ ഒരുക്കിയ ഒരു ഗുഹയാണ്. അത് കാണാൻ, ആ ഗുഹ കണ്ടപ്പോൾ എനിക്ക് നമ്മുടെ ഇപ്പോൾ ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ, ഗുഹയ്ക്കകത്ത് വീഴുന്ന ഒരു കുഴിയിലേക്ക് വീഴുന്ന സുഭാഷേ, അതെനിക്ക് ഓർമ്മ വന്നു കേട്ടോ. അപ്പം ഇതിൽ എനിക്ക് കണ്ടപ്പോൾ എനിക്ക് കയറാൻ പേടി തോന്നി കേട്ടോ. എല്ലാവരും കുനിഞ്ഞു ഞാനകത്ത് കയറി പോകുന്നുണ്ടായിരുന്നു. എനിക്ക് കയറാൻ പേടിയായിരുന്നു. പിന്നെ ഞാൻ പയ്യനെ ചേട്ടനെ കയറ്റി വിട്ടു. ചേട്ടൻ എടുത്തിട്ട് വന്ന വീഡിയോ ആണിത് കേട്ടോ. സൈഡ് ചരിഞ്ഞിരിക്കുന്നുണ്ട്, ശരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഒരാൾക്ക് ഇങ്ങനെ മുട്ട് കുത്തി പോകാം, അത്ര ഇതാണുള്ളത്. അതിന് ഉള്ളിൽ വവ്വാലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി വവ്വാലുണ്ടായിരുന്നെന്ന് പറഞ്ഞു. അപ്പോൾ വവ്വാൽ പറക്കുകയായിരുന്നു കേട്ടോ. ആൾക്കാർ കുനിഞ്ഞ് അതിനകത്ത് കയറി വരുന്നത്. കുറച്ച് വഴുക്കലൊക്കെ ഉണ്ടായിരുന്നു, വെള്ളമയം പോലൊക്കെ കിടക്കുന്നതായിരുന്നു. വഴുക്കലൊക്കെ ഉള്ളതുകൊണ്ട് കാലിന് തൊടുമ്പോൾ ഒരു ഒച്ചിനെ പോലൊക്കെ കണ്ടു എന്നൊക്കെ പറഞ്ഞ്. എനിക്ക് കണ്ടിട്ട് പേടിയായിരുന്നു, ഞാൻ കയറിയില്ല. ചേട്ടൻ കണ്ട വവ്വാൽ ഇടയ്ക്ക് പറക്കുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഇടയിൽ കൂടെ ഉള്ളിൽ പറക്കുന്നുണ്ടോ വവ്വാൽ, നിറയെ ഉണ്ട് അതിനകത്ത്. 2-3 വവ്വാൽ അവിടെ കിടന്ന് പറക്കുന്നുണ്ട് കേട്ടോ. അതിനെ കാണുമ്പോൾ സുഭാഷേ എന്ന് വിളിക്കാൻ തോന്നില്ലേ, സുഭാഷേ കയറി വാ.
ഞാനും കുഞ്ഞും കളിക്കും, സുഭാഷിയെ കയറി വാന്ന് പറഞ്ഞ്. അങ്ങനെ ഒരു ഗുഹയുണ്ടായിരുന്നു. പിന്നെ അത് കയറി കണ്ട് ഞങ്ങൾ ഇറങ്ങി. ഞാൻ കയറിയില്ല. ഇപ്പോൾ 2-3 പിള്ളേർ സെറ്റ് മാത്രമേ, പ്രായമായവരും കയറിയില്ല കേട്ടോ. കാരണം പുറത്തുനിന്ന് നോക്കുമ്പോൾ ചെറിയൊരു ഗുഹ തോന്നും. കുനിഞ്ഞ് തന്നെ കയറണം, നുഴഞ്ഞ് കയറണം. പിള്ളേർക്ക് തന്നെ ഇങ്ങനെ കുനിഞ്ഞ് നിൽക്കാം, അപ്പോൾ ഇച്ചിരി വലിയ ആൾക്കാർക്ക് ഇതിങ്ങനെ ഉണ്ടാവും. പിന്നെ അത് കണ്ട് ഇറങ്ങി ഞങ്ങൾ തിരിച്ച് ബസ്സിലേക്ക് പോവുകയാണ്. അപ്പോൾ എല്ലാവരോടും നേരത്തെ വേഗം നടക്കുമെന്ന് പറഞ്ഞു. എല്ലാവരും വേഗം വന്ന് ബസ്സിൽ കയറിയാൽ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ പറ്റുള്ളൂ. പിന്നെ അവിടുന്ന് ഞങ്ങൾ അടുത്ത സ്ഥലത്തെത്തി. അടുത്ത സ്ഥലം എന്ന് പറയുന്നത് വടാട്ടുപാറ വെള്ളച്ചാട്ടമാണ്. അപ്പോൾ ഇയാളുടെ ഇയാളുടെ അറിയാമല്ലോ, ഒരു മജീഷ്യനായിരുന്നു അയാൾ. നമ്മൾ ഇതിലൊക്കെ ടിവിയിലൊക്കെ വന്നിട്ടുള്ള ആളാണ്, ഒരു മജീഷ്യനാണ് നമ്മൾ. പിന്നെ പാമ്പ് എക്സ്പോർട്ട് ഒക്കെയാണ് അയാൾ. അപ്പോൾ അയാളുടെ പേര് ഒരു മിനിറ്റ് ഞാൻ മറന്നുപോയി, ഓർത്തോട്ടെ. മാർട്ടിൻ എന്നാണ് അയാളുടെ പേര്, മാർട്ടിൻ. കണ്ടിട്ടുണ്ട്, നമ്മൾ ടി വിയിലൊക്കെ വന്നിട്ടുള്ള ആളാണ്. ആളുടെ വീടിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തത്. അപ്പോൾ ആളാണ് നിൽക്കുന്നത്, ലേസൊക്കെ എടുത്ത് കൊടുക്കുന്ന ആളാണ്, ആളുടെ ഷോപ്പാണത്. പിന്നെ വന്നതിൽ വേസ്റ്റായിട്ട് തോന്നിയ ഈ ഒരു സ്ഥലമാണ് കേട്ടോ. പക്ഷേ ഞങ്ങൾ വന്ന സമയത്ത് വെള്ളമൊന്നുമില്ല, വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷേ ഇവിടെ വെള്ളം ഒട്ടും ഉണ്ടായിരുന്നില്ല. കുട്ടികൾക്കൊക്കെ കളിക്കാവുന്ന രീതിയിലുള്ള വെള്ളമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാം ഉണങ്ങി കിടക്കുമായിരുന്നു. വേനലായതുകൊണ്ടാവാം ഒട്ടും വെള്ളമില്ലായിരുന്നു, ശകലം പോലും വെള്ളമില്ലായിരുന്നു. കുറച്ച് വെള്ളമുള്ളായിരുന്നു. നമ്മൾ അരുവിയൊക്കെ ഇല്ലേ എന്ന് പറഞ്ഞാൽ, ഇത് വടാട്ടുപാറ വെള്ളച്ചാട്ടം ഞാൻ കേട്ടിട്ടുള്ള സ്ഥലമാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള വെള്ളച്ചാട്ടമുള്ള സ്ഥലമാണിത്. പക്ഷേ എന്തോ ഞങ്ങളുടെ നിർഭാഗ്യമെന്ന് പറയാം, അവിടെ ഒട്ടും വെള്ളമില്ലായിരുന്നു. വെള്ളമില്ലാത്തതുകൊണ്ടൊരു രസം ഉണ്ടായിരുന്നില്ല. കുഞ്ഞ് കുറച്ച് നേരം വെള്ളത്തിലൊക്കെ കളിച്ച്, ഞാനും കുറച്ച് നേരം വെള്ളത്തിലൊക്കെ കാലൊക്കെ ഇട്ടിരുന്നു. 2-3 ഫോട്ടോസൊക്കെ എടുത്ത് കണ്ടോ. ഒട്ടും വെള്ളമില്ല. കണ്ട വന്നതിൽ എനിക്ക് വേസ്റ്റായിട്ട് തോന്നിയൊരു സ്ഥലം ഇത് മാത്രമായിരുന്നു. പക്ഷേ അത് ആരുടെയും ചോദിച്ചിട്ടൊക്കെ നമുക്കിവിടെ വരാമായിരുന്നു. ഈ ഒരു സ്ഥലം സെലക്ട് ചെയ്യായിരുന്നു, വെള്ളം ഉണ്ടോ ഇല്ലയോ എന്നുള്ള സ്ഥലം നോക്കിയിട്ട് സെലക്ട് ചെയ്താൽ മതിയായിരുന്നു തോന്നി. പാറ മാത്രമേ ഉള്ളൂ. ഇതൊക്കെ പത്തനംതിട്ട റാന്നി ഭാഗമാണ് എൻ്റെ വീട്. അവിടെയൊക്കെയെന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്, പാറ മാത്രമേ ഉണ്ടാവുള്ളൂ. പാറപ്പുറത്താണ് ഞങ്ങളുടെ വീടുണ്ടായിരുന്നത്. അവിടെയൊക്കെ ഉള്ളത് പോലെയാണ് എനിക്കിവിടെ തോന്നിയത്, ഫീൽ ചെയ്തത്. അത്ര വെള്ളമേ ഉണ്ടായിരുന്നുള്ളൂ. കുഞ്ഞ് ചുമ്മാ ചാടിക്കളിക്കാമെന്നുള്ള രീതിയിലുള്ള വെള്ളം അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇതാണ് ടൂർ കോർഡിനേറ്റ് ചെയ്ത ചേച്ചി കേട്ടോ. ആ ഫ്രണ്ടിൽ, ഇതല്ല കണ്ണാടി വെച്ചതല്ല, ആ ഫ്രണ്ടിൽ ആദ്യം പോയൊരു ചേച്ചിയാണ് ടൂർ കോർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് വെള്ളത്തിലൊക്കെ ഒന്ന് കളിച്ച്, ഞാനും കുഞ്ഞുമൊക്കെ ഒന്ന് വെള്ളം കണ്ടു കഴിഞ്ഞാൽ ഇവൾക്ക് പിന്നെ ഭ്രാന്താണ്. വെള്ളം എന്ന് വെച്ചാൽ വെള്ളത്തിൽ കിടന്ന് എണീപ്പിച്ചുകൊണ്ട് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് എൻജോയ് ചെയ്തവിടെ. അങ്ങനെ ഞങ്ങൾ അടുത്ത സ്ഥലത്തെത്തി, പാണേൽപോര്. എല്ലാവരും ഇങ്ങനെ പോരെന്ന് പറഞ്ഞ സ്ഥലം കേട്ടിട്ടുണ്ടാവും. നല്ലൊരു കുറച്ച് പ്രശസ്തമായ സ്ഥലമാണ്. അവിടെ എന്ന് പറയുന്നതും പറഞ്ഞ പോലെ പുഴയാണ്, വെള്ളത്തിലിറങ്ങി കളിക്കാൻ പറ്റുന്ന രീതി, ആന ഇറങ്ങുന്ന സ്ഥലമാണ് ഇതും കേട്ടോ. വൈകിട്ട് 5 മണിക്ക് ശേഷം ഇവിടെ അലോ ചെയ്യത്തില്ല ആരും. ടിക്കറ്റ് എന്ന് പറയുന്നത് 4 മണി വരെ ടിക്കറ്റ് എടുക്കാനുള്ള ടൈമുള്ളൂ. ഞങ്ങൾ അറ്റപറ്റയാണ് എത്തിയത് കേട്ടോ. കറക്റ്റ് 4 മണി ആയപ്പോഴത്തേക്കാണ് ഇവിടെ എത്തിയത്. വടാട്ടുപാറയിൽ നിന്ന് 1.5 മണിക്കൂറോളം യാത്രയുണ്ട്. 1.25 മണിക്കൂറിൻ്റെ അടുത്തുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഒത്തിരി നല്ല സ്പീഡിലായിരുന്നു വണ്ടി വിട്ടത്. അങ്ങനെ 4 മണിക്ക് മുന്നേ തന്നെ ഇവിടെ 4 മണിയാകുമ്പോഴത്തേക്കും ടിക്കറ്റ് കൗണ്ടർ ക്ലോസ് ചെയ്യും. അപ്പോൾ അതിന് മുന്നേ വന്നെടുക്കും. ഞങ്ങൾ വന്ന് വണ്ടി നിർത്തി ഓടി ആ ചേച്ചി ഇറങ്ങി, കോർഡിനേറ്റർ ചേച്ചി, ഇതാണ് ആ കോർഡിനേറ്റർ ചേച്ചി കേട്ടോ, ടൂർ കോർഡിനേറ്റ് ചെയ്യുന്നത് ചേച്ചി. ഇറങ്ങി ഓടി ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഓടിപ്പോയി ടിക്കറ്റ് എടുത്ത്
പിന്നെ ഞങ്ങളവിടെ ഇറങ്ങി വെള്ളത്തിലൊക്കെ കുളിച്ച് അങ്ങോട്ടുള്ളത് എടുത്തില്ല, ഫോൺ ഓഫായിപ്പോയായിരുന്നു കേട്ടോ. പിന്നെ ആ കുളിക്കുന്നതിൻ്റെ സൈഡിലുള്ള വെള്ളത്തിൻ്റെ വ്യൂസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ കുറച്ച് നിന്നിട്ട് ചാർജാക്കി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ കുളിച്ചൊക്കെ, ഞാനങ്ങ് വെള്ളത്തിലിറങ്ങി, കുഞ്ഞിനെയൊക്കെ ഇറങ്ങി, ഞങ്ങളെല്ലാവരും വെള്ളത്തിലിറങ്ങി കുളിച്ച്. പിന്നെ ഇങ്ങോട്ട് വന്ന് അവിടെ തന്നെ ഒന്ന് വാഷ്റൂം ഉണ്ടായിരുന്നു, അവിടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അങ്ങനെ ഞങ്ങളുടെ ട്രിപ്പ് തീർന്ന്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് വണ്ടിയിൽ നിന്ന് ഇറങ്ങി. പിന്നെ ചെറിയൊരു ലാസ്റ്റ് തകർപ്പുണ്ടല്ലോ, എല്ലാവരും ഒരു ചെറിയൊരു പാട്ടൊക്കെ ഇട്ട്. കുഞ്ഞാച്ചിയും ഹസ്ബൻഡും ഭയങ്കര ചേട്ടനാണെങ്കിൽ വണ്ടിയിൽ കിടന്ന് എല്ലാവരെയും ഇറക്കാനൊക്കെ കൊണ്ടുള്ളതായിരുന്നു. ആദ്യം ചേട്ടനാണ് ഇറങ്ങിയിട്ട് എല്ലാവരെയും ഇറക്കി എൻജോയ് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ചാട്ടമാണ് ബസ്സിൽ കിടന്ന് എല്ലാവരും കൊണ്ട്. എല്ലാവരും നോക്കുമ്പോൾ പ്രായമായവരാണ് എല്ലാവരും. ഒത്തിരി പ്രായമൊന്നും പറയാൻ പറ്റില്ല, എന്നാലും അത്യാവശ്യം എല്ലാവരും കൂടെ നല്ല എൻജോയ് ചെയ്ത് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു എല്ലാവരോടും കൂടെ. എല്ലാവരും പാട്ടൊക്കെ പാടിയായിരുന്നു കേട്ടോ, വണ്ടിയിൽ പാട്ടൊക്കെ പാടി. നല്ല രസമാണ്. ഫുഡ് ഉച്ചയ്ക്ക് റൈസും ചിക്കനും ആയിരുന്നു. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. വൈകുന്നേരം ചായയും കപ്പ് കേക്കും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് നല്ല രീതിക്ക് എൻജോയ് ചെയ്ത്. എനിക്ക് ഇറങ്ങാൻ പറ്റില്ലായിരുന്നു. ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവളും ഇറങ്ങണം. ബസ് സഡൻ ബ്രേക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇടുന്നതുകൊണ്ട് അവളെയും കൊണ്ട് നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് അധികമൊന്നും എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. ചേട്ടൻ ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു, എല്ലാവരുടെ കൂടെ നിന്ന് ഡാൻസൊക്കെ ചെയ്ത്. ഞാൻ നല്ല ടയേർഡും ആയിരുന്നു. എനിക്ക് ഇരുന്ന് പുറം വേദനയായിരുന്നു എനിക്ക് കൂടുതലും. പക്ഷെ കാലിന് കുറേ നടക്കാനുണ്ടായിരുന്നല്ലോ, നടന്നു കാലിന് വേദന, പുറം വേദന, തലവേദന. നല്ല തണുത്ത വെള്ളമായിരുന്നു പാണയിൽപ്പോയിലെ വെള്ളം. ആ തണുത്ത വെള്ളത്തിൽ കുറേ നേരം കിടന്ന്. കറക്റ്റ് 5 മണിക്ക് ഞങ്ങളെല്ലാവരും കയറ്റി. അവിടെ ആന ഇറങ്ങുന്ന സ്ഥലമായതുകൊണ്ട് 5 മണിക്കല്ല, ഞങ്ങൾ 4 മണിക്കൊന്നും, ആകെ 1 മണിക്കൂറേ സമയം കിട്ടിയുള്ളായിരുന്നു. ആ 1 മണിക്കൂർ നന്നായിട്ട് വെള്ളത്തിൽ എൻജോയ് ചെയ്തായിരുന്നു. നല്ല തണുത്ത വെള്ളമായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പം കിടന്നുറങ്ങാൻ പോവാണ്. ഓക്കെ, ബൈ ബൈ, ടാറ്റാ.